എന്തൊരവസ്ഥയാണണ്ണാ, മുന്നോട്ട് വയ്ക്കുന്ന കരുക്കളെല്ലാം ചെക്കടിച്ചങ്ങ് പോവുകയാണല്ലോ. എന്തൊക്കെയോ പ്രതീക്ഷിച്ച് മനക്കോട്ടയം കെട്ടി കാവടി തുള്ളി ഇറങ്ങിയതായിരുന്നു ഇടതുപക്ഷത്തുനിന്ന്. പക്ഷേ അടിക്കടി തിരിച്ചടി തന്നെ. വെച്ചടി കുഴിയിലേക്കായിരുന്നു ഇക്കയുടെ നീക്കം. ഇക്കനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തോ ഇക്കയുടെ സമയം അത്ര ശരിയല്ലായിരുന്നു. അല്ലേ പിന്നെ ഇക്കയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതല്ല. ഇതിപ്പോ CPM നിന്ന് പുറപ്പെടുകയും ചെയ്ത് UDF അങ്ങ് എത്തിയതുമില്ല. പോട്ടെ, എല്ലാം പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഏത് പോലീസുകാരനും ഒരു 100 അബദ്ധമൊക്കെ പറ്റൂ. പിന്നെ ഇക്കേനെ അങ്ങ് എങ്ങനാ കുത്തി നോവിക്ക. പോട്ടിക്ക, സാരമില്ല. ഇതിലും വലിയ എന്തോ വരാനിരുത്, ഇതായിട്ട് അങ്ങ് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലും വലുത് എന്തോ വരാനല്ലേ. പോട്ടെ, പഴയതൊക്കെ പോട്ടെ. കഴിഞ്ഞ ജനുവരി തൊട്ട് നിലം തൊടാതെ നടന്ന അൻവറിക്കൊക്കെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ പത്തിയൊക്കെ ഉയർന്നിരുന്നു. പടി ഇറങ്ങുമ്പോൾ മുതൽ മനസ്സിൽ കുറിച്ചിട്ടതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. CPM-നെ മുട്ടുകുത്തിച്ച് തനിക്ക് നിലമ്പൂരിലുള്ള വില കാണിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു കിടുക്കാച്ചി ഐഡിയ ആയിട്ടാണ് ഇക്ക തെരഞ്ഞെടുപ്പിനെ കാത്തിരുന്നത്. പറഞ്ഞിരിക്കെ തെരഞ്ഞെടുപ്പും എത്തി. ഇക്കയുടെ ആവേശവും ഇരട്ടിച്ചു. ആവേശം കയറിയ പിന്നെ ഇക്കയ്ക്ക് മേത്ത് ജിന്ന് കൂടിയ മാതിരിയാണല്ലോ. കടുകട്ടി വാക്കുകൾക്കൊപ്പം പലതും അങ്ങ് പറഞ്ഞു കളയും. അതുപോലൊരു മാസ് ഡയലോഗ് ഇത്തവണയും പടച്ചു വിട്ടിരുന്നു ഇക്ക. ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും അതൊരു വിഷയമേ അല്ല. എന്താ മാസല്ലേ? അതെ, മാസായിരുന്നു. ഈ ഡയലോഗ് ചുമ്മാ ആവേശത്തിന്റെ പുറത്ത് മാത്രം ഇറക്കിയതല്ലെന്നൊക്കെ നമുക്കറിയാം. തെരഞ്ഞെടുപ്പിന് UDF-ൽ നിന്ന് VS ജോയിനെ ഇറക്കണമെന്നാണ് ഇക്കയുടെ അതിയായ ആഗ്രഹം. എന്നാൽ കൂടുതൽ ചാൻസ് ആര്യാടൻ ഷൗക്കത്തിന്. അത് പിടിക്കോ ഇക്കയ്ക്ക്? എന്നാൽ ലക്ഷ്യത്തെ സാധൂകരിക്കാൻ ഏത് ചെകുത്താനായാലും വിഷയമില്ല, UDF-നെ പിന്തുണയ്ക്കുമെന്നായിരുന്നു ഇക്ക ആദ്യം പറഞ്ഞത്. എന്നാലും ആദ്യം കാലിടാൻ കാരണക്കാരനായവനെ സപ്പോർട്ട് ചെയ്യേണ്ട ഗതികേട് ഇക്കയ്ക്കുണ്ടോ? ഉണ്ടില്ല എന്നൊക്കെ പറയാം. ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞും പോയി, എല്ലാവരും അറിയുകയും ചെയ്ത്. ഇനിയിപ്പോ ചീഞ്ഞാലും സാരമില്ല, എന്നാലും ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഇക്കയ്ക്കാവൂലായെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു എതിർപ്പിന്റെ വിഷയം അവിടെ നിൽക്കുന്നില്ലല്ലോ. ഇനി PG ആയിട്ട് എതിർപ്പുണ്ടാക്കാൻ ഞാൻ മതി. ജോയ് സ്ഥാനാർത്ഥിയാവണം എന്ന് പറഞ്ഞത് വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലോ ജോയിയോടുള്ള പ്രത്യേക മമതയുടെ അടിസ്ഥാനത്തിലോ അല്ല. നിലപാട് മാറ്റുന്നത് പിന്നെ ഇക്കൊരു പുത്തരി അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കോൺഗ്രസിലാണെങ്കിൽ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ഒക്കെ ചർച്ചയോട് ചർച്ച നടക്കുകയാണ്. പറയുമ്പോൾ വലിയ നാഷണൽ പാർട്ടിയൊക്കെയാണ്. എന്നിട്ടിപ്പോ നിലമ്പൂരിന്റെ കാര്യം എത്തിയപ്പോൾ അൻവറിന് ചുറ്റും വട്ടം വിട്ട് പറക്കുകയാണോ എന്നൊരു സംശയമില്ലാതില്ല. അത് പിന്നെ ഇക്കയുടെ ഇടമാകുമ്പോൾ ഇനി ജോയി ആര്യാടൻ ഷൗക്കത്ത് എന്നൊരു ഓപ്ഷൻ വന്നാൽ ഇക്കയ്ക്ക് ഇണയായും തുണയായും നിന്നിട്ട് കീഴ്പ്പെടാൻ കൂടി കോൺഗ്രസ് തയ്യാറാകുവോടെ. BJP പിന്നെ കളത്തിലേ ഇല്ലാത്തത് കൊണ്ട് യാരിക്കും നോ ടെൻഷൻ. നമ്മുടെ ചന്ദ്രേട്ടന്റെ തീരുമാനം എന്നതാണെന്ന് വെച്ചാൽ അത് വലിയ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാത്ത ഇടമാണെന്നേ. അതുകൊണ്ട് വെറുതെ അവിടെ പോയി മത്സരിച്ച് സമയം കളയണ്ട. കേരളത്തിൽ വളർന്നു പഠിച്ച ആളായതുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വ്യക്തവും കൃത്യമായും അറിയാവുന്ന ആളായതുകൊണ്ടും BJP നിലമ്പൂരിൽ ഇറങ്ങൂലായിരിക്കും. അതിനാണ് ചാൻസ്. ഒരു കണക്കിന് നന്നായി. ഇല്ലേ പിന്നെ അതിൻ്റെ പേര് മോദിജി കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ വരെ വരേണ്ടി വന്നേനെ.